വൈൽ ലൂപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിലെ സിംപ്ലസ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റാണ് നമുക്ക് പറയാം വൈൽ ലൂപ്പിന്. അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് ലൂപ്പിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. അതായത് ലൂപ്പിനകത്തേക്ക് കയറുമ്പോഴാണ് നമ്മുടെ കൺട്രോൾ എക്സ്പ്രഷൻ ഉള്ളത്, അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉള്ളത്. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിന് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് എങ്ങനെയായിരിക്കും? വൈൽ, സ്മോൾ ലെറ്ററിൽ വൈൽ, ദെൻ വിത്തിൻ പാരന്തസിസ് ഒരു ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ടാവും. ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സിയിലെ ഏത് വാലിഡ് എക്സ്പ്രഷനും ആവാം. ഇപ്പം നോർമലി ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനൊക്കെ ആയിരിക്കും. ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുക. ബോഡി ഓഫ് ദി ലൂപ്പ് കഴിഞ്ഞാൽ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മുടെ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്. അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ടെസ്റ്റ് കണ്ടീഷൻ. So when the control enters the while loop, first this test condition will be evaluated. If this condition is true, then body of the loop will be executed once. And after completing one execution of body of the loop, again this test condition will be tested. അപ്പോൾ ഇത് പിന്നെയും ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്തത് കാണുമ്പോൾ ഈ ലൂപ്പ് ക്ലോസ് ചെയ്തെന്ന് മനസ്സിലാവും. അപ്പോൾ തിരിച്ച് പിന്നെയും ടെസ്റ്റ് കണ്ടീഷനിൽ തന്നെ വരും. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഈ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആവണത് ആ സമയത്ത് കൺട്രോള് ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്തതിന് തൊട്ട് താഴെ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മൾ എഴുതിയിട്ടുള്ളത് അങ്ങോട്ടായിരിക്കും വരും. അപ്പം അങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുക. അപ്പം നേരത്തെ ലൂപ്പിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഗോ ടു വെച്ചിട്ട് നമ്മളൊരു ലൂപ്പ് എഴുതിയിരുന്നു. ആ സെയിം ലൂപ്പ് തന്നെ ഇവിടെ വൈൽ ലൂപ്പ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു ലൂപ്പ് എഴുതണം എന്നുണ്ടെങ്കിൽ ഗോ ടു വെച്ചിട്ടല്ല നമ്മൾ എഴുതുക, വൈൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഡു ലൂപ്പ് വെച്ചിട്ടോ ഫോർ ലൂപ്പ് വെച്ചിട്ടോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഗോ ടു വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. അപ്പം അതിൽ ആദ്യം തന്നെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുന്നേയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ആ ലൂപ്പിന് വേണ്ട സ്റ്റേറ്റ്മെന്റ്സ് മാത്രം എഴുതിയതാണ്. കൗണ്ട് എന്നൊരു വേരിയബിൾ എടുത്തു, കൗണ്ട് 0 ആക്കി വെച്ചു. ഈ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് നമ്മൾ ലൂപ്പിന്റെ കൺട്രോൾ വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് കൗണ്ട് ചെയ്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ കൗണ്ട് എന്ന് പേര് കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കൗണ്ട് ചെയ്ത് പോകാമെന്ന് കാണിക്കാൻ വേണ്ടി കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. അത് 0 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ഇത് ജസ്റ്റ് 10 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ലൂപ്പ് എഴുതിയത്. അപ്പോൾ സമ്മ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മ് എന്നൊരു വേരിയബിൾ എടുത്തു, 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ലൂപ്പ് നോക്കുക, വൈൽ കൗണ്ട് ലെസ് ദാൻ 10. ഇത് കൗണ്ട് എന്ന് പറയുന്നതിന്റെ വാല്യൂ ലെസ് ദാൻ 10 ആണെങ്കിൽ മാത്രമേ ലൂപ്പിനകത്ത് കയറേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഈ വൈൽ കണ്ടാൽ കമ്പൈലർ മനസ്സിലാക്കുക അതിന്റെ തൊട്ട് താഴെ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ ഇഫിനകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 1 or more സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം. അപ്പോൾ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഈ കേളി ബ്രേസ് ഇടണം എന്നില്ല ഇവിടെ. പക്ഷേ ലൂപ്പ് എഴുതുമ്പോൾ ഒരു ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും കേളി ബ്രേസ് ഒക്കെ ഇട്ടിട്ട് പോവാന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഈ വൈൽ കാണുന്ന സമയത്ത് പിന്നെ കമ്പൈലറിന് മനസ്സിലാവും ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റിനകത്തുള്ളത് ബോഡി ഓഫ് ദി ലൂപ്പാണ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് ബേസ്ഡ് ഓൺ ദിസ് കണ്ടീഷൻ. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ അത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നോക്കും കൗണ്ട് ലെസ് ദാൻ 10 ആണോ? ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം ഒരു തവണ. അപ്പോൾ ബോഡി ഓഫ് ദി ലൂപ്പിൽ എന്താ പറയുക, സ്കാൻഎഫ് %d %n. അപ്പോൾ ഒരു ഇൻഡിജറിനെ റീഡ് ചെയ്തിട്ട് n എന്ന് പറഞ്ഞ വേരിയബിളിൽ വെച്ചു. ദെൻ സം പ്ലസ് ഈക്വൽ ടു n. സം ആദ്യം 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സം ഈക്വൽ ടു സം പ്ലസ് n. അപ്പോൾ സം പ്ലസ് n എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റീഡ് ചെയ്ത വാല്യൂ ഏതാണോ ആ വാല്യൂ സമ്മിന്റെ കൂടെ ആഡ് ചെയ്തു, അത് സമ്മിലേക്ക് തന്നെ അസൈൻ ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ 10 എന്നുള്ളത് റീഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റീഡ് ചെയ്ത് n എന്ന് പറഞ്ഞത് 10 ആണ്. ദെൻ സമ്മിനകത്ത് സം പ്ലസ് 10 ചെയ്യുമ്പോൾ 10 കിട്ടും. സമ്മിനകത്ത് 10 ആണ്. ദെൻ കൗണ്ട് പ്ലസ് പ്ലസ്, കൗണ്ട് ഇപ്പോൾ 0 ആയിട്ട് വെച്ചിരിക്കുന്നു, കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാണ്. അപ്പോൾ കൗണ്ട് ഈക്വൽ ടു 1 ആയി. അപ്പം ഇത്രയും കഴിഞ്ഞ് കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നത് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? ലൂപ്പ് തീർന്നു, ലൂപ്പിന്റെ ഒരു എക്സിക്യൂഷൻ തീർന്നു. വീണ്ടും കൺട്രോൾ ഇങ്ങോട്ട് തന്നെ വരും. കൗണ്ട് ലെസ് ദാൻ 10 ആണോ ചെക്ക് ചെയ്യും. ആണ്, കൗണ്ട് ഇപ്പോൾ 1 ആണ്. കൗണ്ട് ലെസ് ദാൻ 10 എന്ന് പറയുന്നത് ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ വീണ്ടും ലൂപ്പിനകത്ത് കയറി. അടുത്തത് വീണ്ടും നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്കാൻഎഫ് ആണ്. അപ്പോൾ സ്കാൻഎഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. സപ്പോസ് ഞാൻ എൻ്റർ ചെയ്തത് 12 ആണെന്ന് വരിക. 12 ആണെങ്കിൽ ഈ 10 n എന്ന് പോയി അവിടെ 12 വന്നു. സം ഈക്വൽ ടു സം പ്ലസ് n.
അപ്പോൾ സം ഇപ്പം 10 ആണ്. സം പ്ലസ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10+12. 10+12നെ സമ്മിലേക്ക് തന്നെ വെച്ചു. ദെൻ കൗണ്ട് പ്ലസ്. അപ്പോൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ കൗണ്ട് ഇപ്പോൾ 2 ആയി. വീണ്ടും ലൂപ്പ് ഇവിടെ തന്നെ വരിക. കൗണ്ട് (2 ആണ്, ഇതിനകത്ത് തന്നെ വരും. അങ്ങനെ നമ്മൾ അടുത്ത നമ്പർ റീഡ് ചെയ്യും. അങ്ങനെ നമ്മൾ 10 നമ്പേഴ്സ് റീഡ് ചെയ്തു. സപ്പോസ് 100 ആണ് 10th നമ്പർ എന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ളതൊക്കെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൗണ്ട് എന്താവും, 10th നമ്പർ റീഡ് ചെയ്ത് അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കൗണ്ട് 10 ആവും. 10 ആയതിനു ശേഷം പിന്നെയും കൺട്രോൾ ഇവിടെ വരും. കൺട്രോൾ ഇവിടെ വരുന്ന സമയത്ത് 10 ആണോ നോക്കും, അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ കേളി ബ്രേസ് ക്ലോസ് ചെയ്തതിൻ്റെ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ് വരിക. ഈ പ്രിൻ്റ് വന്നു. പ്രിൻ്റ് സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സമ്മിനകത്ത് എന്താണോ ഇതിൻ്റെ സമ്മായിരിക്കും. സം എന്ന് പറഞ്ഞ വേരിയബിളിൽ ഉണ്ടാവുക, അത് പ്രിൻ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു ലൂപ്പിനകത്ത് ജനറലായിട്ട് ഒരു ലൂപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു ഇനീഷ്യലൈസേഷൻ ഓഫ് കണ്ടീഷൻ വേരിയബിൾ, അല്ലെങ്കിൽ ഒരു കൗണ്ടർ വേരിയബിൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ദെൻ എക്സിക്യൂഷൻ ഓഫ് ലൂപ്പ്, ദെൻ ടെസ്റ്റ് ഫോർ കണ്ടീഷൻ വേരിയബിൾ, ദെൻ അപ്ഡേറ്റിംഗ് ദി കണ്ടീഷൻ വേരിയബിൾ, ഇങ്ങനെ കുറേ സ്റ്റെപ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഇതാണ് നമ്മുടെ കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് നമ്മുടെ കൺട്രോൾ വേരിയബിൾ കണ്ടീഷൻ വേരിയബിൾ. ദെൻ ഇതാണ് ടെസ്റ്റിംഗ്. ഇതാണ് നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരുന്നത്. അതായത് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് മൊത്തമാണ് നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുക. പക്ഷെ നമ്മുടെ ലൂപ്പ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്, നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ഇതാണ് ലൂപ്പ് കണ്ടന്റ്. അതുകൊണ്ടാണ് ഇതിനെ ബോഡി എന്ന് മാർക്ക് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണത്, കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ലൂപ്പിൽ വരും എന്ന് പറഞ്ഞു. ഈ ലൂപ്പിൽ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൗണ്ടർ വെച്ചിട്ട് ആണ് നമ്മളൊരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൗണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൂപ്പിനെ നമ്മൾ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ്, അല്ലെങ്കിൽ അതിനെ ഡെഫിനിറ്റ് റെപ്പറ്റീഷൻ ലൂപ്പ് എന്ന് പറയും. ഡെഫിനിറ്റ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഡെഫിനിറ്റ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ നമുക്ക് 10 നമ്പേഴ്സാണ് റീഡ് ചെയ്യേണ്ടത്. 10 നമ്പേഴ്സിന് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം നമുക്കറിയാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് 20 ടൈംസ് ആയിരുന്നു റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ 10 അല്ല, ഇവിടെ 20 ആണ് വരിക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നറിയും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു കൗണ്ടർ വെച്ചിട്ടുള്ള ലൂപ്പാണ് എഴുതുക. അപ്പം അങ്ങനെയുള്ള ലൂപ്പുകൾക്ക് കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുക. അത് വൈൽ ലൂപ്പിന്റെ കേസിൽ മാത്രമല്ല, ഏത് ലൂപ്പിംഗ് ആണെങ്കിലും ഇങ്ങനെ ഒരു കൗണ്ടർ വെച്ചിട്ട് പോണ, അല്ലെങ്കിൽ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നമുക്ക് ആദ്യമേ അറിയാവുന്ന ലൂപ്പുകൾക്ക് നമ്മൾ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി അങ്ങനെ അല്ലാത്തൊരു ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പാണ്. സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ ഉണ്ടായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എത്ര തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം എന്നറിയില്ല. എത്ര തവണ എന്നറിയില്ല, പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മളിവിടെ കൺട്രോൾ വേരിയബിൾ എടുത്തില്ലേ, കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ വേരിയബിൾ എടുത്തില്ലേ, അതുപോലെ നമുക്ക് ഇവിടെയും ഒരു ലൂപ്പ് വേരിയബിൾ ഉണ്ടാവും. പക്ഷെ ലൂപ്പ് വേരിയബിളിന്റെ വാല്യൂ ഒരു സ്പെഷ്യൽ വാല്യൂ ആവണ സമയത്തായിരിക്കും ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അതിങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ട് നമുക്ക് ഒരു കൗണ്ട് വെച്ചിട്ടല്ല സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മുടെ ലൂപ്പ് വേരിയബിൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആവുമ്പോഴാണ്, ഒരു സ്പെഷ്യൽ വാല്യൂ വരുന്ന സമയത്താണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്പെഷ്യൽ വാല്യൂവിനെ അതിനെ നമ്മൾ സെന്റിനൽ വാല്യൂ എന്ന് പറയും. ആ ലൂപ്പ് വേരിയബിൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലൂപ്പ് വേരിയബിളിനെ നമ്മൾ സെന്റിനൽ വേരിയബിൾ എന്നും പറയും. അപ്പോൾ ആ ഒരു സെന്റിനൽ വേരിയബിൾ വെച്ചിട്ട് ഈ ലൂപ്പിനെ ഇപ്പം നമ്മൾ ഒന്ന് മാറ്റി എഴുതാണ്. അതായത് നമ്മുടെ പേർപ്പസ് അനുസരിച്ചിട്ടാണ് കേട്ടോ, അത് സെന്റിനൽ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണോ ചെയ്യേണ്ടത്, കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ആയിട്ടാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ പറഞ്ഞ പർപ്പസ് ആണെങ്കിൽ, അതായത് 10 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണെങ്കിൽ അത് കൗണ്ടർ കൺട്രോൾഡ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇങ്ങനെ അല്ലാണ്ട് സമ്മ് കണ്ടുപിടിക്കുന്ന വേറെ ലൂപ്പ് ഞാൻ എഴുതാണ്. അപ്പോൾ ഇതില് ഇപ്പൊ നമ്മളിവിടെ നേരത്തെ എടുത്ത ലൂപ്പിൽ തന്നെ n എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ആയിരുന്നു നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം തന്നെ n-ന്റെ വാല്യൂ 0 ആയിട്ട് അവിടെ സെറ്റ് ചെയ്യണം. സമ്മിന്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ലൂപ്പിന്റെ കണ്ടീഷൻ കൗണ്ടർ വെച്ചിട്ടൊന്നും അല്ല എഴുതുന്നത്. ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് നോൺ സീറോ വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോൺ സീറോ വാല്യൂസ് ആണ് ഓരോ സ്കാൻഎഫ് വരുന്ന സമയത്തും നമ്മൾ റീഡ് ചെയ്യേണ്ടത് നോൺ സീറോ വാല്യൂ ആണ്. എപ്പോഴാണോ ഒരു 0 എൻ്റർ ചെയ്യണത് ആ സമയത്ത് റീഡിങ് സ്റ്റോപ്പ് ചെയ്യാം.
അതായത് അതുവരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടാൽ മതി. ഇതാണ് എന്റെ റിക്വയർമെന്റ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കണ്ടീഷൻ കൊടുക്കേണ്ടത് എന്താണ്? 10 നമ്പേഴ്സ് റീഡ് ചെയ്തോ എന്നുള്ളതല്ല നമ്മുടെ കണ്ടീഷൻ കൊടുക്കേണ്ടത്. നമ്മൾ റീഡ് ചെയ്ത നമ്പർ നോൺ സീറോ ആണോ, അങ്ങനെയാണെങ്കിൽ മാത്രം സമ്മൊക്കെ കണ്ടുപിടിക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. 0 ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇത് നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വേരിയബിൾ n ആണ്. നേരത്തെ ഉള്ള പ്രോഗ്രാമിൽ അതേപോലെ തന്നെ ഞാൻ ചെയ്യണം, അതുകൊണ്ടാണ് ഇവിടെ n എടുത്തത്. അപ്പൊ n ആണ് നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ അത് 0 ആക്കിയിട്ട് വെക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ n 0 ആക്കി വെച്ചാൽ ശരിയാവില്ല. n എന്തെങ്കിലും ഒരു നോൺ സീറോ വാല്യൂ ഒക്കെ വെക്കണം. അപ്പൊ n 0 ആക്കുന്നതിന് പകരം n 1 എന്നിവിടെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ലൂപ്പിനകത്ത് കയറുമ്പോൾ n വാല്യൂ നോൺ സീറോ ആണെങ്കിൽ മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈൽ n നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലൂപ്പിനകത്ത് കയറുക. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്? യൂസർ എൻട്രി ചെയ്യണ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ വെറുതെ n ഈക്വൽ ടു 1 എന്ന് കൊടുത്തതേ ഉള്ളൂ, ഈ കണ്ടീഷൻ ഫസ്റ്റ് കേസിൽ ട്രൂ ആവാൻ വേണ്ടിയിട്ട്. ഇനി യൂസറിന്റെ അടുത്തുനിന്ന് നമുക്കൊരു നമ്പർ റീഡ് ചെയ്യണം. എന്നിട്ട് അത് സമ്മിനകത്തേക്ക് ആഡ് ചെയ്യുക. സം പ്ലസ് ഈക്വൽ ടു n. ഇത്രയും മാത്രം ലൂപ്പിനകത്ത് എഴുതാന്നിരിക്കുക. അപ്പൊ ആദ്യം തന്നെ n 1 ആക്കി സം 0 ആക്കി വെച്ചു. വൈൽ n നോട്ട് ഈക്വൽ ടു 0. n നോട്ട് ഈക്വൽ ടു 0 ആണ്, 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതിനകത്ത് കയറി n റീഡ് ചെയ്തു. സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 റീഡ് ചെയ്തു. സം പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സമ്മിന്റെ കൂടെ 10 ആഡ് ചെയ്തു. തിരിച്ച് ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്ന കാണുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ വരും കൺട്രോൾ. n നോട്ട് ഈക്വൽ ടു 0 ആണ് നോക്കും. ഇപ്പൊ n വാല്യൂ എന്താണ്? 10 ആണ്. 10 നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതിനകത്ത് വരും, അടുത്ത നമ്പർ റീഡ് ചെയ്യും. അടുത്ത നമ്പർ ഇപ്പൊ 15 റീഡ് ചെയ്ത് കാണിക്കുക. 15 സമ്മിന്റെ കൂടെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരും, നോൺ സീറോ ആണോ നോക്കും. 15 നോൺ സീറോ ആണ്. അടുത്ത നമ്പർ റീഡ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ഇവിടെ 0 റീഡ് ചെയ്ത് നോക്കുക. 0 റീഡ് ചെയ്യുമ്പോൾ സമ്മിന്റെ കൂടെ ആ 0 ആഡ് ചെയ്യും. 0 ആഡ് ചെയ്താൽ ഇല്ലെങ്കിൽ സമ്മിൽ മാറ്റമൊന്നും വരില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. സമ്മിൽ അത് ആഡ് ചെയ്ത് വെച്ചു, അതിനുശേഷം ഇവിടെ വന്ന് നോക്കി n നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന്. അല്ല. അപ്പോൾ n ഈക്വൽ ടു 0 ആണ്. അപ്പൊ ആ സമയത്ത് ഇത് ഫോൾസ് ആയി ഇതിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്പേഴ്സാണ് റീഡ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ഒരൊറ്റ നമ്പർ റീഡ് ചെയ്തിട്ട് അടുത്തത് നമുക്ക് 0 എന്ന് കൊടുക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ് നമ്പർ തന്നെ നമുക്ക് 0 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ലൂപ്പ് വേരിയബിളിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതൊരു സ്പെഷ്യൽ വാല്യൂ ആണ്. അത് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വാല്യൂ ആണ്. അങ്ങനെയുള്ള ലൂപ്പുകൾക്കാണ് നമ്മൾ സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയാം. അതിനെ നമുക്ക് ഇൻഡെഫിനിറ്റ് റെപ്പറ്റീഷൻ ലൂപ്പ് എന്നും പറയും. മറ്റതിന് കൗണ്ടർ കൺട്രോൾഡ് ആണെങ്കിൽ ഡെഫിനിറ്റ് റെപ്പറ്റീഷൻ എന്നാണ് പറയാ. ഇതിന് ഇൻഡെഫിനിറ്റ് റെപ്പറ്റീഷൻ ലൂപ്പ് എന്നാണ് പറയാം. അപ്പൊ ഇത്രയാണ് വൈൽ ലൂപ്പിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി വൈൽ ലൂപ്പിന്റെ പ്രോഗ്രാംസ് നമുക്ക് കുറച്ചധികം ചെയ്യണം. അത് ഇനിയുള്ള വീഡിയോസിൽ